മിസ്റ്റർ ആര്യൻ, നിങ്ങൾ കുണ്ടിതപ്പിടണ്ട. എന്താണ് മച്ചാനെ നിങ്ങൾ ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ട മോഹൻലാൽ, ശനിയാഴ്ച വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഈ കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കണം. ഒരാൾക്ക് കിട്ടുന്നൊരു ഓപ്പൺ സ്പേസ് അല്ലേ, ഓഡിയൻസിലേക്ക് കിട്ടുന്നൊരു ഹുക്കിംഗ് അല്ലേ അവിടെ നടക്കുന്നത്, ആ ഒരു സെഗ്മെന്റിലൂടെ. അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. പേഴ്സണൽ കാര്യങ്ങൾ പറയാം, കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിന് അയാളോടൊരു ഇഷ്ടമൊക്കെ ചിലപ്പോൾ തോന്നാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ പേഴ്സണൽ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചില വ്യക്തികളോട് ഇഷ്ടം ഉണ്ടാവാം. പക്ഷെ ശൈത്യമല്ല, ആരാണേലും ആയിക്കോട്ടെ, അവിടെ കിട്ടിയ അവരുടെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അവിടെ ഒരു ബ്രേക്ക് ഉണ്ടായി, അത് മോശമായിട്ട് അതിനെ വീണ്ടും അതിനകത്ത് നിന്ന കണ്ടസ്റ്റൻസിനെ എല്ലാം കൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നടുവേദനയായിരുന്നു, അയ്യോ എൻ്റെ അമ്മച്ചി, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കിടന്നത്, ഞാൻ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വീണ്ടും ഞാൻ ചിരിച്ചായിരുന്നു, എനിക്ക് ഇമോഷണൽ ബസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് വേറെ രണ്ടുപേരോട്, ആ ബിന്നിയോടും സരികയോടും ഇരുന്ന് പറയുന്നു ഇമോഷണൽ ബസ്റ്റാണ്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ മരണ വീട്ടുകളിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. നമുക്കുണ്ടാവും ഇതെല്ലാം, പക്ഷെ നമ്മളത് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയത് വേണം ചെയ്യാം. ഒരാളുടെ സ്പേസാണ്, അയാൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വേണം കൊടുക്കാം. അതിനകത്ത് കറക്റ്റായിട്ട് ചോദ്യം ചെയ്ത അഭിലാഷ്, താങ്കൾ 100% നീതി പുലർത്തി. എനിക്ക് ബിഗ് ബോസിൽ ഇപ്പോൾ എന്താ പറയണ്ടത്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയിരിക്കുന്ന മിസ്റ്റർ അനീഷാണ്. സോ മിസ്റ്റർ ആര്യൻ, അനീഷ് ഈസ് ഫാർ ബെറ്റർ ദാൻ യു. ഓക്കെ.